ഒരു സഹാബി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. പാരായണം ചെയ്തപ്പോ പറമ്പിൽ കെട്ടിയിട്ട മൃഗം വല്ലാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ടു. അപ്പൊ എന്താണ് വെപ്രാളം ഇങ്ങനെ പുറത്ത് ചെന്ന് നോക്കി, ഒന്നും കാണുന്നില്ല. വന്ന് പിന്നെയും പാരായണം തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ഇതിങ്ങനെ ഭയങ്കര വെപ്രാളാണ്. അങ്ങനെ 2-3 തവണ ആവർത്തിച്ചു. അടുത്ത ദിവസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ പോയി പറയുന്നു, നബിയെ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത് റഹ്മത്തിന്റെ മലക്കുകളാണ്. നിങ്ങൾ ആ പാരായണം തുടർന്നിരുന്നുവെങ്കിൽ ആ റഹ്മത്തിന്റെ മലായികയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന റഹ്മത്തിന്റെ മലായിക ഇറങ്ങുന്നുണ്ട്. അവരുടെ സന്തോഷമുള്ള, അവരുടെ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടുള്ള, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടുള്ള അവരുടെ സാന്നിധ്യമുണ്ട്. ഇതൊക്കെയല്ലേ നമ്മുടെ താല്പര്യവും ആഗ്രഹവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം കുറെ നല്ല കാര്യങ്ങൾ പകർത്താനുള്ള ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണം. വളരെ ലളിതമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമ്മള് ആ നന്മ ചെറുതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും നമുക്ക് മാറ്റിവെക്കാനല്ല. ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കേന്റെ ചീള് കൊണ്ടാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധിയുള്ളത് ഒരാളുടെ മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണോ? ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു കാരക്കയുടെ ചീളേ ഉള്ളൂ, ഒരു 2 രൂപയുടെ നാണയ കയ്യിലുള്ളൂ. ഒരാൾ പാവപ്പെട്ട ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഇവ 2 രൂപയിൽ എന്ത് കൊടുക്കാനാ എന്ന് വിചാരിച്ചതിന് ഒഴിവാക്കണ്ട, അത് കൊടുക്കൂ, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കൂ. അങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാ. അപ്പൊ പിന്നെ നമ്മള് ചെറുതാണോ വലുതാണോ അമല് എന്ന് നോക്കണ്ട, അതിനെ നമ്മൾ മാറ്റിവെക്കണ്ട, നമ്മൾ അതിൽ വിവേചനം കാണിക്കേണ്ട. നമുക്ക് ചെയ്യാവുന്ന എല്ലാ അമലുകളും പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ഒക്കെ അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയൊരു സദഖ, ചെറിയൊരു ദിക്ർ, ചെറിയൊരു ഇബാദത്ത്, ഒരു 2 റക്അത്ത് നിസ്കാരം, ഇങ്ങനെ എന്താണോ നമുക്ക് ഓരോ നിമിഷവും ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിലൊരു കൃത്യത ഉണ്ടാകുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നു, എല്ലാ ദിവസവും സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നു. അല്ല, ഇന്നലെ വാഖിയ, ഇന്ന് യാസീൻ, നാളെ മുൽക്ക്, മറ്റന്നാൾ വേറെ സൂറത്ത്, അങ്ങനെയാണോ നല്ലത്? അല്ല, അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ആദത്ത് കൊണ്ടുവരലാണ്, കൃത്യത കൊണ്ടുവരലാണ്. അപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്ന കുറച്ച് ഇബാദത്തുകൾ ഉണ്ടാകുന്നു. അത് 5 വക്ത് നിസ്കാരം, അതെല്ലാവരും എന്തായാലും നിർബന്ധമായി നിസ്കരിക്കണമല്ലോ. അതേസമയത്ത് അതോടൊപ്പം കുറെ സുന്നത്തായ കാര്യങ്ങൾ, ആ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഔലിയായിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഖുദ്സിയായ ഹദീസിൽ കാണാം, ഫർളിന്റെ കൂടെ സുന്നത്തു കൂടെ നിർവഹിച്ചവർ, അങ്ങനെ നിർവഹിച്ചവർ അവർ അള്ളാഹുവിലേക്ക് അടുക്കും. അള്ളാഹുവിലേക്ക് ഒരു ചാണ് കൊണ്ടെടുത്താൽ അവനൊരു മുഴം കൊണ്ട് ഇങ്ങോട്ട് അടുക്കുമെന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസും അതൊക്കെ ഉണ്ടല്ലോ. ആ ഹദീസ് അതിന്റെ താല്പര്യം ഇതാണ്, ഫർളിന്റെ കൂടെ നമ്മൾ സുന്നത്തുകൾ കൂടെ നിർവഹിക്കുന്നു. അപ്പൊ 5 വക്ത് നിസ്കാരം, ആ 5 വക്ത് നിസ്കാരത്തിന്റെ കൂടെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം, എല്ലാ വക്തിന്റെയും മുമ്പിൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ റവാത്തിബ്, അസ്റിന്റെയും സുബ്ഹിന്റെയും ശേഷമില്ല, ബാക്കിയെല്ലാത്തിന്റെയും ശേഷമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വലിയ തിരക്കാണെങ്കിലും ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് കൊണ്ട് കഴിയും ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ. അതൊരു ആദത്തായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ 5 വക്ത് നിസ്കാരത്തിന്റെയും കൂടെ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചാൽ നടക്കും. ചിലപ്പോൾ വലിയ തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യാണ്, അപ്പൊ എല്ലാവരും ഇറങ്ങി ചെരുപ്പ് വിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ എത്താം, അത്ര സമയം അതിന് വേണ്ടു. അപ്പൊ ഇത് വളരെ ലളിതമായി ചെയ്തു പോകാം നമുക്ക്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ഞാൻ എന്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, സാധാരണ തിരക്കില്ലാത്ത മഗ്രിബിന്റെ, ഇശാഇന്റെ, സുബ്ഹിന്റെ ഒക്കെ സമയത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വളരെ ഗൗരവപൂർവ്വം കാണുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. നമ്മുടെ നിസ്കാരത്തിന്റെ കുറവുകളൊക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ചത് സ്വീകരിക്കാനുള്ള കാരണമാണത്. മാത്രമല്ല, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വലിയ ശ്രേഷ്ഠതയാണ്. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനുള്ള ശ്രേഷ്ഠത എന്താണെന്നറിയോ? ആ ശ്രേഷ്ഠത ദുനിയാവും അതിനുള്ളത് മുഴുവനും അവൻ നേടുന്നതിനേക്കാളും ഖൈറാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താ നമുക്ക് വേണ്ടത്? ഈ ദുനിയാവും അതിനുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈർ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതാണ് പരലോകത്ത് ഉപകരിക്കുവാൻ. എത്ര സമയം വേണം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ? ഇല്ല, പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ്. ആ സുബ്ഹിന്റെ മുമ്പ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ അഥവാ വൈകി എഴുന്നേറ്റൊക്കെ പോയാൽ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷവും നിസ്കരിക്കാൻ ആകുന്ന സമയത്തിന് മുമ്പേ വേണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. നമ്മളിപ്പോ പള്ളിയിലെ ജമാഅത്തിന് എത്തിയതാണ്,
സുബഹിക്ക് ജമാഅത്തിന് എത്തുമ്പോൾ പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുന്നത്തിന്റെ സമയം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് പോകണ്ട. സലാം വീട്ടിയതിനു ശേഷം ഖളാ ആകുന്നതിന് മുമ്പേ ഉള്ള സമയത്ത് നമുക്ക് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. സുന്നത്ത് തന്നെയാണ്, സുന്നത്തിൽ കുറവില്ല. അപ്പോ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സമയത്തിന്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു അധ്വാനത്തിന്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏതായാലും 2 റക്അത്തല്ലേ ഉള്ളൂ. അതിന്റെ കൂടെ ഒരു 2 റക്അത്ത് കൂടെ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്നത് ഈ ദുനിയാവും അതിനുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാളും ഉപകരിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൻ സ്വല്ല അർബഅൻ, ആരെങ്കിലും 4 റക്അത്ത് ളുഹുറിന്റെ മുമ്പും ശേഷവും നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിതു കഴിഞ്ഞു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹുറിന്റെ മുമ്പും ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ സാധാരണ പള്ളിയിൽ ജമാഅത്തിനൊക്കെ പോകുന്ന, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണക്കാരായി ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. ഈ സദസ്സിൽ ഇത്തരം കുറെ ആളുകൾ എന്തായാലും ഉണ്ടാകും. അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിയിട്ട് 4 റക്അത്ത് ളുഹറിന്റെ മുമ്പും ശേഷവും 4 വീത റക്അത്തുകൾ നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്കൊരു കൊട്ടാരം പണിത് കഴിഞ്ഞു. പണി തുടങ്ങുന്നല്ല, കൊട്ടാരം പണിത് കഴിഞ്ഞു. എന്തായിരിക്കും അതിന്റെ മഹത്വം? സ്വർഗത്തിൽ വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്, ആളങ്ങ് നരകത്തിലാണെന്ന് ഉണ്ടാവുമോ? ഇല്ല. ആ കൊട്ടാരം ഉണ്ടെന്ന് പറയേണ്ട താല്പര്യം എന്താ? ആ കൊട്ടാരത്തിൽ അതിന്റെ സാഹിബ് ഉണ്ടാകൂലേ, അതിന് ഉടമ ഉണ്ടാകൂലേ? അപ്പൊ ആ വലിയ ശ്രേഷ്ഠത, സ്വർഗ്ഗ ഉറപ്പ് കിട്ടുന്ന കാര്യമാണ്. സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം കിട്ടുന്ന, ഉറപ്പ് കിട്ടുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയ കാര്യമാണ്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് ഒരു കൊട്ടാരം പണിതു കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കാവുന്ന, വളരെ ലളിതമായി പതിവാക്കാവുന്ന കുറെ കാര്യങ്ങൾ. ഇങ്ങനെ ചെറുതും വലുതുമായി അതിന്റെ വലിപ്പത്തരങ്ങളൊന്നും നമ്മൾ നോക്കാതെ, അത് ചെറിയ സുന്നത്താണ് നമുക്ക് തോന്നുന്ന ചെരുപ്പിടുമ്പോ വലത് കാലിൽ ഇടുന്നത് മുതൽ, വളരെ ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുന്നത് മുതൽ, അങ്ങനെ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിലും, അതല്ല വലിയ, നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളെ കൊണ്ട് ജീവിതത്തിൽ പകർത്താവുന്നതെല്ലാം പകർത്തുക. അങ്ങനെ പകർത്തുമ്പോഴാണ് ഈ ആലിമീങ്ങളുടെ വഴി സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നത്, ഈ ആലിമീങ്ങളുടെ വഴി സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ ഈ ഉസ്താദുമാരുടെ മഹത്വം ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നു. ഉസ്താദുമാരുടെ ശ്രേഷ്ഠതകൾ പ്രഭാഷണം നടത്തിപ്പോയി അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താവുന്നത് പകർത്തണം. സാധാരണ പേരോട് ഉസ്താദ് പറയുന്നത് കേൾക്കാറുണ്ട്, മുത്താലിമീങ്ങളെ കുറിച്ച്, തഹജ്ജുദ് നിസ്കരിക്കാത്ത മുത്താലിമീങ്ങളെ കുറിച്ച് ഉസ്താദ് പറഞ്ഞത്, കുളത്തിലെ മീന് വെള്ളം കിട്ടാതെ ചത്തുപോയി എന്ന് ഉസ്താദ് പറഞ്ഞത് സാധാരണ പേരോട് ഉസ്താദ് പ്രഭാഷണങ്ങളിലൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. മുത്താലിമീങ്ങളായി പള്ളിയിൽ തന്നെ ജീവിക്കുന്നവർ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിപ്പോയതിന് ഉസ്താദ് വളരെ മനോഹരമായി മുത്താലിമീങ്ങളെ തർബിയത്ത് ചെയ്തതാണ്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അവരുടെ ജീവിതം പഠിക്കണം. എന്താണ് അവരുടെ ജീവിതം? അവർ വിനയാന്വിതരായി ജീവിച്ചവരാണ്, അവർ ഇൽമിൽ തന്നെയായി ജീവിച്ചവരാണ്, അവർ ഇബാദത്തിൽ തന്നെയായി ജീവിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യുന്നതിൽ അവരാരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അവരാരെയും നമ്മൾ കാണുന്നില്ല. മറിച്ച് അവർ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ ഇബാദത്തിൽ, അള്ളാഹുവിന്റെ ഇൽമിൽ, അതിന്റെ പ്രചാരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. അപ്പൊ ഇത്തരം അനുസ്മരണത്തിന്റെ സദസ്സുകളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് അവരുടെ ജീവിതമാണ്, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ഇതിനെ മുറുകെ പിടിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാനും നമുക്ക് കഴിയണം. ആ ആലിമീങ്ങളാണ് നമ്മുടെ മാതൃകകൾ, ആ ആലിമീങ്ങളാണ് നമ്മുടെ വഴി. ആ ആലിമീങ്ങളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമിന്റെ മരണം ഈ ലോകത്തിന്റെ തന്നെ മരണമാണ്. ഒരു ആലിമ് മരിച്ചാൽ ആ ഗ്യാപ്പ് പിന്നെ ഫില്ല് ചെയ്യപ്പെടുന്നില്ല. ഒരാലിമിന്റെ ഗ്യാപ്പ് പിന്നെ ഫില്ല് ചെയ്യപ്പെടുന്നില്ല, അത് അവിടെ കിടക്കുകയാണ്. അടുത്തൊരാലിം അത് ആ ആലിമിന്റെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. നേരത്തെ മരണപ്പെട്ടു പോയ ആലിമോ ആ ആലിമിന്റെ പ്രവർത്തനവും ആ ഗ്യാപ്പൊക്കെ അവിടെ കിടക്കുകയാണ്. നമ്മളെ സാധാരണ അനുഭവിക്കുന്ന കാര്യമാണ്. ആലിമ്യങ്ങളുടെ പകരം നമ്മൾ കാണില്ല എന്ന് പറഞ്ഞാല് ആലിമ്യങ്ങൾ ഇല്ല എന്നല്ല, മറിച്ച് മറ്റൊരു ആലിം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏൽപ്പിച്ച പണിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ പ്രാസ്ഥാനികമായി നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ആലിമീങ്ങൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അവർ നമുക്ക് പകർന്നു നൽകുന്ന ആശയം, ആ സംഘടനയിലും പ്രാസ്ഥാനിക കൂട്ടായ്മയിലും ഒക്കെ ഉറച്ചു നിൽക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ ആലിമീങ്ങൾ, വലിയ താബിഉകളൊക്കെ ഈ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ആ കാലത്തെ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിച്ചവരാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് എന്താ? ഈ ആലിമീങ്ങളുടെ കൂടെ നിൽക്കുക, ഈ ആലിമീങ്ങളുടെ കൂടെ നിൽക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കം നമ്മുടെ ആലിമീങ്ങൾ, അഭിവന്ദരായ സുൽത്താൻ ഉലമയും റയീസുൽ ഉലമയും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ സമസ്തയുടെ കൂടെ നിൽക്കുന്നു നമ്മൾ. അവര് പറയുന്നത് ചെയ്യുന്നു, അവർ നിർദ്ദേശിക്കുന്നത്, അവർ ആജ്ഞാപിക്കുന്നത് അത് ശിരസാ വഹിക്കുന്നു. നമ്മൾ പള്ളികൾ ഉണ്ടാക്കുന്നു, മദ്രസകൾ ഉണ്ടാക്കുന്നു, ക്ലാസുകളും വാളുകളും പരിപാടികളും നടത്തുന്നു, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ മക്കളെയൊക്കെ തർബിയത്ത് ചെയ്ത് ആ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നു. വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ദീനിന്റെ ശിആർ നാട്ടിൽ ബാക്കിയാകാനുള്ളതാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വമാണ് അതിന്റെ പ്രവർത്തകർ എന്ന അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുള്ളത്. ആലിമീങ്ങളുടെ കൂടെ നിൽക്കുക. കുനാലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ. അങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന വലിയ ഹദീസ് നമ്മൾ സാധാരണ കേൾക്കുന്നവരെയാണ്. നിങ്ങൾ ആലിമാവുക. ആ ആലിമാകാൻ ഇപ്പൊ നമുക്ക് കഴിയോ? ഇൽമു കുറച്ച് പഠിക്കാനൊക്കെ പറ്റും. ഇവിടെ ഉദ്ദേശിച്ച ആലിം എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് ചെയ്യുന്ന മുജ്തഹിദായ വലിയ ആലിമാണ്. അത് ചിലപ്പോൾ നമുക്ക് കഴിയൂല. അതേ സമയത്ത് നമുക്കൊരു നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ കാണുന്ന ആലിമാകാൻ ഒരുപക്ഷെ നമ്മൾ അവസരം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷന്റെ സമയമാണ്. 7ാം ക്ലാസ് പാസ്സായ, 10ാം ക്ലാസ് പാസ്സായ നമ്മുടെ മക്കളുണ്ട്. മൂത്ത മകൻ ഡോക്ടറാണ്, രണ്ടാമത്തെ മകൻ ബിസിനസ്സുകാരനാണ്, വേറെ മകൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ അതിലേക്ക് പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ഒരു മകനെ നമുക്ക് ഒരു മുതഅല്ലിമാക്കാൻ പറ്റിയാൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ച് ഇൽമു പഠിപ്പിക്കാൻ പറ്റിയാൽ, ഇപ്പോ നല്ല സ്റ്റാറ്റസിൽ തന്നെയാണല്ലോ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒക്കെ ജീവിക്കുന്നത്. വലിയ അവസരങ്ങൾ അവർക്കുണ്ട്. നമുക്കിപ്പോ ഇവിടെ സാധാരണ ഇങ്ങനെ ആലോചിക്കും, മകനെ ഒന്ന് ബിസിനസ് ഒക്കെ ഇങ്ങനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണം, അതൊരു പ്രൊഫഷണൽ രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ മക്കൾ എന്നാ പിന്നെ ബിസിനസ് പഠിപ്പിക്കുക, BBA അല്ലെങ്കിൽ MBA ഒക്കെ പഠിപ്പിക്കാന്ന് വിചാരിക്കും. ആ BBA MBA ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇൽമു പഠിക്കാനുള്ള അവസരം നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. സിറാജുലുദയിലുണ്ട്. സിറാജുലുദയിൽ തന്നെ BBA MBA ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെ മുതഅല്ലിമാകാനുള്ള അവസരമുണ്ട്. ഇനി നിങ്ങൾ നമ്മുടെ മക്കളിപ്പം നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രൊഫഷന്റെ രീതി ഉണ്ടല്ലോ, ലോ പഠിപ്പിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ മെഡിക്കലിന് കഴിയാത്ത കുട്ടിയാണ് മെഡിക്കലിനെ പഠിക്കണം, അതായത് ഇംഗ്ലീഷ് മെഡിക്കൽ പറ്റൂല, അങ്ങനെയാണെങ്കിൽ ഒരു യുനാനി പഠിപ്പിക്കാം. ഇതൊക്കെ സംവിധാനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മുടെ പരിസരങ്ങളിലുണ്ടല്ലോ. അപ്പൊ ഏത് അക്കാദമിക്കിൽ എത്ര നിലവാരത്തിൽ പോയാലും, ഏത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴും ഇൽമു പഠിച്ചുകൊണ്ട് തന്നെ പോകാനുള്ള, വലിയ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള വലിയ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സിറാജുലുദയിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങളിലും മർക്കസിലും മഹദിലും ആയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ ഒക്കെ പറഞ്ഞയച്ചാൽ കിട്ടുന്നത് എന്താ? 2 വിദ്യാഭ്യാസവും പഠിക്കും. നമ്മുടെ ഒരു അനുഭവം എന്താണെന്നറിയോ? നമ്മളിപ്പോ ദഅവാ കോളേജിലൊക്കെ പഠിപ്പിക്കുക, നമ്മുടെ ഒരു അനുഭവം, നമ്മുടെ കുട്ടികൾ ഇന്റർവ്യൂ ഒക്കെ വരും. നമ്മുടെ സ്ഥാപനങ്ങളുടെ മുഴുവൻ സിസ്റ്റവും, കേരളത്തിലെ എല്ലാ സ്ഥാപനവും, നമ്മുടെ സമസ്തയെ അംഗീകരിക്കുന്ന ലോകത്തെല്ലായിടത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും അൽഹംദുലില്ലാഹ് ഇപ്പോൾ സമസ്തയുടെ ഒരു ഏകോപന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നൊരു സംവിധാനത്തിലേക്ക്. അപ്പൊ അതുവഴിയാണ് ഇപ്പോൾ അഡ്മിഷനും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് 1ാം ഘട്ട ഇന്റർവ്യൂ കഴിഞ്ഞു. സാധാരണ ഇന്റർവ്യൂക്ക് വേണ്ടി 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെ വരുമ്പോ ചിലപ്പോ അറബി അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കും, നിസ്കാരത്തിന് ചെറിയ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. നമ്മുടെ സാധാരണ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ മക്കളുടെ ഒരു നിലവാരം. എന്നാൽ അക്കാദമിക്സ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലോ അത് വലിയൊരു നിലവാരം ഉണ്ടാവില്ല. ചിലപ്പോൾ SSLCക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ 7 8 അല്ലെങ്കിൽ 10 A+ ഒക്കെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷിലൊന്ന് സ്വയം പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അതിന് കഴിഞ്ഞോളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഒരു സാധാരണ നിലവാരം. അതേ സമയത്ത് +2 കഴിഞ്ഞാലോ, ആ +2 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ സാധാരണ സ്കൂൾ മദ്രസയെ പറഞ്ഞേക്കൂല, SSLC ഒക്കെ ആയ മദ്രസയെ പറഞ്ഞേക്കൂല. കാരണം എന്തേ? മദ്രസയിൽ പോയാൽ SSLCയിൽ മാർക്ക് കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മുടെ പരാതി. എന്നാൽ ഈ ദർസിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് നമുക്ക് ആരോട് പറയാവുന്ന സത്യമാണ്. നിങ്ങൾ നമ്മുടെ കോളേജുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് വെച്ച് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൻ പുറത്ത് മദ്രസയിൽ നിന്നും പോകാണ്ട് കറക്റ്റ് സ്കൂളിൽ പോയി വന്നിട്ട് അതിനെ മൊത്തം ഹോംവർക്കൊക്കെ ചെയ്ത് പഠിച്ച കുട്ടികളുടെ മാർക്ക് വെച്ചൊന്ന് വിശകലനം ചെയ്ത് നോക്ക്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഈ മതവും പഠിച്ചിട്ടുണ്ട്, 5 വക്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, വിർദുൽ ലതീഫ് ചൊല്ലിയിട്ടുണ്ട്, ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ട്, സൂറത്തുൽ മുൽക്കും വാഖിയ ഓതിയിട്ടുണ്ട്, കിതാബ് പഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം സ്കൂളും പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളൊന്നും പോയിട്ടില്ല, അവർ ആ സ്ഥാപനത്തിൽ തന്നെ സ്കൂളും മദ്രസയും എല്ലാം പഠിച്ചിട്ടുണ്ട്, നല്ല മുതഅല്ലിമീങ്ങളായി ജീവിച്ചിട്ടുണ്ട്, ഓലിക്കാണ് നല്ല മാർക്കും ഉണ്ട്. ഇത് നമ്മൾ സാധാരണ അനുഭവിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മക്കളെ മുതഅല്ലിമീങ്ങളാക്കാതിരിക്കരുത്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് മാത്രമല്ല, നല്ല ദുനിയാവും ഉണ്ടാകും, അതോടൊപ്പം ആഖിറവും കിട്ടും. ദുനിയാവ് ഉദ്ദേശിച്ചത് നല്ല അക്കാദമിക വിദ്യാഭ്യാസം ഉണ്ടാകും. ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ, ലോകത്തെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ, നാഷണൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന PhD സ്കോളേഴ്സ് ഒക്കെ ആയ ഒരുപാട് ആലിമീങ്ങളെ, ഒരുപാട് മുതഅല്ലിമീങ്ങളെ
നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോ പഠിച്ച അഡ്വക്കേറ്റുമാരായ, ജഡ്ജിമാരായ, മെഡിക്കൽ ഡോക്ടർമാരായ, PhD എടുത്ത റിസർച്ച് സ്കോളേഴ്സായ ഒരുപാട് ആലിമ്യങ്ങൾ. അപ്പൊ നമുക്ക് തന്നൊരു തടസ്സമല്ല, നമ്മുടെ പ്രസ്ഥാനം നേടിയെടുത്ത വലിയ മികവാണത്. ലോകത്ത് സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ വലിയ മികവ്. അത് വലിയ വലിയ ആസൂത്രണത്തോടുകൂടെ 100 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കണ്ട സ്വപ്നങ്ങൾ അൽഹംദുലില്ലാഹ് അതതിന്റെ ശരവേഗത്തിൽ നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള, 2 വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ 100 വർഷം, 100 പ്രകാശ വർഷങ്ങളുടെ ആഘോഷം കൂടെയാണ് നമുക്ക് അടുത്ത വർഷം നടത്താനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അഡ്മിഷന്റെ സമയത്ത് നമ്മുടെ മക്കളെ 7ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടികൾ ഫസ്റ്റ് ഇന്റർവ്യൂവും അതിന്റെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഒരു 2ാം ഘട്ട ഇന്റർവ്യൂ കൂടെയുണ്ട്. അങ്ങനെ സാധ്യതയുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ജാമ്യയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ മക്കളെ ഇൽമിന്റെ അഹ്ലുകാരാക്കി 2 വിദ്യാഭ്യാസവും നൽകി ഉയർന്ന ശ്രേണിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ അക്കാദമിക വിദ്യാഭ്യാസവും, വലിയ സാധ്യതകൾ, എല്ലാ ഭാഷകളും ഒക്കെ പഠിപ്പിച്ച് ലോകത്തിന്റെ നേതൃനിരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഈ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇൽമിനോടുള്ള നമ്മുടെ ബഹുമാനവും നമ്മുടെ പ്രതികരണവും നമ്മുടെ അതിനോടുള്ള സമീപനവും അത് ഈ ആലിമീങ്ങളോട് നമ്മൾ നേരത്തെ കാണിച്ചു വന്ന, നമ്മുടെ മുൻതലമുറ കാണിച്ചു വന്ന അതേ ശ്രേണിയിൽ നമുക്ക് തുടരാൻ കഴിയണം. അപ്പൊ നമുക്കൊരു ആലിമായി തുടരാൻ കഴിയൂലെങ്കിൽ ഒരു മുതഅല്ലിമായിട്ട്, അല്ലെങ്കിൽ ഒരു മുസ്തമിയ, അതിന്റെ കൂടെ നിൽക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, നാട്ടിൽ മദ്രസ നടക്കുന്നുണ്ട്, ദർസ് നടക്കുന്നുണ്ട്, ദഅവ കോളേജ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രചോദനം നൽകുന്ന, അതിന് നമ്മളെ കൊണ്ടാകുന്ന ശാരീരികമായ അധ്വാനങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ, നമ്മളെ കൊണ്ടാകുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നത് നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമാണ്. നിങ്ങളൊരു ആലിമാവുക, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവുക, അല്ലെങ്കിൽ അത് കേൾക്കുന്നവനും അതിനെ പ്രചോദനം നൽകുന്നവരാകുക. വലാത്തകുൻ ഖാമിസ, അതിന്റെ 5ാമത്തെ ഘട്ടത്തിലേക്ക്, ഇൽമിനോട് ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹിനോട് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം ഇൽമിനാണല്ലോ. വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇൽമ വർദ്ധിപ്പിച്ചു കിട്ടണേ, വർദ്ധനവിന്റെ വിഷയത്തിൽ അള്ളാഹു ദുആ ചെയ്തിട്ടുള്ളൂ. സമ്പത്ത് വർദ്ധിപ്പിച്ചു കിട്ടണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുമില്ല. അല്ലാഹുമ്മ അഹ്യിനാ മിസ്കീനൻ വഅമിത്നാ മിസ്കീനാണല്ലോ ദുആ ചെയ്തത്. മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും വേണമെന്ന്. പക്ഷേ ഇൽമിന്റെ വിഷയത്തിൽ അള്ളാഹു എല്ലാ ഇൽമും നൽകി കഴിഞ്ഞ റസൂലുള്ളാഹിനോട് തന്നെയാണ് അള്ളാഹു പിന്നെയും പറയുന്നത്, വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇൽമ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ഇൽമ മുറുകെ പിടിക്കുക, ഇൽമിന്റെ അഹ്ലുകാരാവുക, ആലിമീങ്ങളുടെ കൂടെ നിൽക്കുക. ആ ഇൽമിന്റെ അഹ്ലുകാരായി ആലിമീങ്ങളുടെ കൂടെ നിന്ന് ഇൽമിന് ഖിദ്മ ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കണം. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കിയിടുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താണ് ആ 2 കാര്യങ്ങൾ? ലൻ തളില്ലു മാ തമസ്സക്തും, നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കൂല. നിങ്ങൾ ആ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കൂല. കിതാബുല്ലാഹി വസുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്, ഹദീസുമാണ്. അപ്പം വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, ഹദീസ് മുറുകെ പിടിക്കുക. ഇത് 2ഉം നമ്മുടെ ജീവിതത്തിൽ അതിനോടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ശ്രമിക്കുക. ഈ ഹദീസിന്റെ ഒക്കെ പിൻബലത്തിലായിരിക്കുമല്ലോ സഹാബ കിറാം റളിയല്ലാഹു അൻഹു ഇൽമ തേടി സഞ്ചരിച്ചത്, യാത്ര ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് വലിയ പ്രചോദനമാകേണ്ടതാണ്. റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ജീവിച്ചു. ഒരു സമയവും അവിടുത്തെ സദസ്സിൽ നിന്ന് വിട്ടുപോകാൻ മടിച്ചു. കാരണം അപ്പ റസൂൽ എന്നങ്ങ് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യണല്ലോ, പഠിക്കണല്ലോ, മനസ്സിലാക്കണല്ലോ, ആ ഹദീസ് മനസ്സിലാക്കണല്ലോ എന്ന് കരുതിയിട്ട് സ്വന്തം ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി, ജോലിയെടുക്കാൻ വേണ്ടി ഒന്നും പോകാതെ അഹ്ലുസുഫയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ദർസിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജീവിതം കാണുകയും പഠിക്കുകയും അത് മുഴുവനും ഹൃദിസ്ഥമാക്കുകയും ചെയ്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നാൽ അതിനുശേഷം വന്ന സ്വഹാബത്ത് നമുക്ക് ബുഖാരിയിലുണ്ടോ, അല്ലെങ്കിൽ ബുഖാരിയിലെ ഹദീസാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാൻ നല്ല സുഖമുണ്ട്. ബുഖാരി ഇമാമ് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരല്ല, സഹാബി അല്ല, താബി അല്ല. അതിന്റെ ശേഷം 3ാം തലമുറയിൽ ജീവിച്ചവരാണ് ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നാൽ സ്വഹാബത്തും അതിനുശേഷമുള്ള താബിഈങ്ങളൊക്കെ ഈ ഹദീസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വലിയ അധ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദീർഘമായ യാത്രകൾ ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഞാൻ അതിലേക്ക് വരാം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു, ആ സ്വഹാബത്തിനെ കണ്ടുപഠിച്ച താബിഈങ്ങൾ, അവർ ഇൽമ് നഷ്ടപ്പെടരുത് എന്ന ജാഗ്രതയിൽ, ഹദീസുകൾ നഷ്ടപ്പെടരുത് എന്ന ജാഗ്രതയിൽ ദീർഘമായ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു
ഷാമിൽ ഒരു മുഹദ്ദിസ് ഉണ്ട്, അവരുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഹദീസ് ഷാമിൽ, ഇന്നത്തെ സിറിയയിൽ ഉണ്ട് എന്ന് കേട്ടപ്പോൾ മഹാനവറുകള് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഒട്ടകത്തെ വാങ്ങി യാത്രാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി അതിൽ കയറി 1 മാസം ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് സിറിയയിലെത്തുകയാണ്. സിറിയയിൽ അവിടെ അബ്ദുല്ലാ ഉനൈസ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ പോയിട്ട് പറയുന്നു, നിങ്ങളുടെ അടുത്തൊരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പേ നമ്മൾ രണ്ടിലൊരാൾ വഫാത്തായി പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ നമ്മൾ കണ്ടുമുട്ടിയല്ലോ. ഞാൻ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കണം നിങ്ങൾ, മദീനയിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി സിറിയയിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ പോയിട്ട് ആ ഹദീസ് കേട്ട് തിരിച്ചു വരുന്നു. അപ്പൊ ഒരു ഹദീസ്, നമ്മളിപ്പോ ഒരു വയാദിന്റെ സാസിൽ പോയി തന്നെ എത്ര ഹദീസ് കിട്ടും? ഒരു ക്ലാസിന്റെ സാസിൽ പോയിരുന്നാൽ എത്ര ഹദീസ് കേൾക്കാൻ കഴിയും? ആഴ്ചയിൽ നടക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും, പള്ളിയിലുള്ള ക്ലാസ്സുകളും സദസ്സുകളൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ പോയിരുന്നാൽ നമുക്ക് ഒരുപാട് ഹദീസുകളും ഖുർആനും ആയത്തും വിശദീകരണവും ക്ലാസ്സൊക്കെ കിട്ടും. പക്ഷേ അതൊക്കെ അവിടെ നടക്കട്ടെ എന്നാണ് നമ്മുടെ നിലപാട്. എന്നാൽ സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ഒരു ഹദീസിന് വേണ്ടി 1 മാസം സ്വന്തം ഒട്ടകം വാങ്ങി അതിൽ യാത്ര ചെയ്ത്, വാഹനം വാങ്ങി 1 മാസം യാത്ര ചെയ്തു പോയി ഒരു ചെറിയ ഹദീസ് സ്വീകരിച്ചു കൊണ്ടുവരാൻ മാത്രം